നാളെ ഒരു മുസ്ലിം യുവാവ് ഒരു കേസിൽപ്പെട്ട് ഈ ജഡ്ജിയുടെ മുന്നിൽ വന്നാൽ ഈ ജഡ്ജി പ്രജുഡൈസ്ഡ് അല്ലേ? ഈ ജഡ്ജിക്കൊരു മുൻവിധി ഉണ്ടല്ലോ. ഈ മുസ്ലിം യുവാവ് എന്ന് പറയുന്നയാൾ ഹിംസയുടെ വക്താവാണെന്നും അയാൾ എന്തും ചെയ്യുമെന്നുള്ള പ്രജുഡീസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവന നടത്തുക. ഇത്തരത്തിൽ അപകടകരമായ പ്രസ്താവന നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തെ സുപ്രീം കോടതി കൊളീജിയം വിളിച്ചു വരുത്തിയല്ലോ. ഡിസംബർ 18-ാം തീയതി സുപ്രീം കോടതി 17-ാം തീയതി സുപ്രീം കോടതിയുടെ 5-അംഗ കൊളീജിയം വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നു. അന്ന് അദ്ദേഹം അവിടെ പറഞ്ഞത് എന്താണ്? മാധ്യമങ്ങൾ ഡിസ്റ്റോർട്ട് ചെയ്തു, ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, എൻ്റെ വാക്കുകൾ ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ട് മാധ്യമങ്ങളാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് സുപ്രീം കോടതി ഇൻഹൗസിൽ ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് അദ്ദേഹത്തിനോട് പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ്, നിങ്ങൾ വഹിക്കുന്ന സ്ഥാനത്തിന് നിരക്കാത്ത പ്രസ്താവങ്ങൾ കോടതിക്കകത്തോ പുറത്തോ നടത്തിക്കൂടാ. എന്നു മാത്രവുമല്ല, നിങ്ങൾ ഒരു ജഡ്ജി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നടത്തുന്ന പ്രസ്താവങ്ങളിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം. സൂക്ഷ്മത പുലർത്താത്ത പക്ഷം ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഇതാണ് സുപ്രീം കോടതിയുടെ കൊളീജിയം ഇദ്ദേഹത്തോട് പറഞ്ഞത്. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കൊളീജിയത്തിൻ്റെ ശാസന അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? എന്ന് മാത്രമല്ല, അദ്ദേഹം വെല്ലുവിളിക്കുന്നത് ഈ രാജ്യത്തെ പരമോന്നതമായ നീതിപീഠത്തെയല്ല.